ദീപക്കിന് നീതി കിട്ടാൻ പോകുന്നു. അവരുടെ പേര് കേസെടുത്തു കേരള പോലീസ് അല്ലേ. കോഴിക്കോടുള്ള എന്താ അറിയോ, കമ്മീഷണർ അടക്കം ഉള്ള ആൾക്കാർ ഇന്നലെ അത് കേസെടുത്തു എന്നാണ് പറയുന്നത്. ഓളെ വില കേസെടുത്തു. കാരണം കൊലക്കുറ്റത്തിന് മുകളിൽ കേസെടുത്തു, വഞ്ചന കുറ്റം, പിന്നെ ഒരുപാട് വകുപ്പുകൾ വെച്ചിട്ടാണ് അവളെ വില കേസെടുത്തിട്ടുണ്ട്. കേസ് ഇപ്പോൾ ചാർജ് ചെയ്തു കേരള പോലീസിലുള്ള റിപ്പോർട്ടാണ് പുറത്തുവിടുന്നത്. കാരണം അവളെ വെറുതെ വിടാൻ പാടില്ല എന്നുള്ള കാര്യം ലോകത്തിന് മൊത്തം അറിയാം. കാരണം അറിയോ, ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഞാനാണ് ആ ദീപക് മരണപ്പെട്ടുള്ള എല്ലാവർക്കും അറിയാം. കേരള സമൂഹം അവിടെ ജാതിയില്ല, മതമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അവളെ ശരിക്കും എന്താ പറയുക, അവൾ തെറ്റ് മനസ്സിലാക്കി കൊടുക്കുക, അവളെ കോടതി കയറ്റാൻ വേണ്ടി എല്ലാവരും, അത് ഒരാളൊന്നുമില്ല, ജാതി മതമല്ലാതെ ഏത് മതം നോക്കാതെ ഏത് പെണ്ണാണെന്ന് നോക്കാതെ ഒന്നും നോക്കാതെ തെറ്റ് കണ്ട് പ്രതികരിക്കുന്ന കേരള സമൂഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. കേരള സമൂഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സമൂഹത്തിൽ നിന്നും മനസ്സിലാക്കാൻ കാണുന്ന അറിയോ, പറയാനുള്ള കാണുന്ന അറിയോ, കേസെടുത്ത് പോലീസ് അത് എടുക്കുന്ന അറിയോ, ഒരു കാര്യം കാണിക്കുന്ന അറിയോ, ജോബിൻ എന്ന് പറഞ്ഞ ചെങ്ങായി ഒരാഴ്ച ഒരു എന്ത് അവിടെ കൊടുക്കാം. ഓനിപ്പോൾ അതിൽ കൂടുതൽ മെസ്സേജ് അയച്ചതാണ്. എല്ലാവരും ഒറ്റക്കെട്ട ഒരേ മനസ്സുകൊണ്ട് നിൽക്കുന്ന സമയം ജോബിൻ എന്ന് പറഞ്ഞ ജിഹാദികളെല്ലാം ഇറങ്ങിയല്ലോ, പന്നിക്കുണ്ടായ പട്ടികൾ. അതാണ് എൻ്റെ ന്യൂസ്. അത് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. എന്നാൽ ഓനോട് പറയാനുള്ള കാര്യം എന്താ പറയുക, ഓനെന്തായാലും പന്നിക്കായിരിക്കും, ചിലപ്പോൾ കാളക്കായിരിക്കും, ചിലപ്പോൾ എന്താ പറയുക പട്ടിക്കായിരിക്കും. അത് വിചാരിച്ച് എന്താ പറയുക, ഇവിടെ കേരള സമൂഹത്തിലെ ജനങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ഹിന്ദു മുസ്ലിമാനും മതമുള്ളവരും മതമില്ലാത്തവരൊക്കെ തന്നെ എന്താ പറയുക വളരെ ഐക്യത്തോടെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന അവസ്ഥ കാണുന്നത്. കുറേ എന്താ പറയുക തീട്ടം തിന്നുന്ന, എന്താ പറയുക ചാണകം തിന്നുന്ന, ചാണകം എന്താ പറയുക നല്ല ഫുഡാന്ന് പറയുന്ന ക്രിസംഗൽ പോലത്തെ ചട്ടകളായിട്ടുള്ള തമ്മാടികളായിട്ടുള്ള നിന്നെപ്പോലുള്ള പരമനാറികൾ പറയുന്ന വാക്കുകളാണ്. കാരണം ആൾ പറയുന്ന സമയം നിങ്ങൾ മനസ്സിലാക്കാൻ എന്താ പറയുക, നിന്നെപ്പോലത്തെ ആൾക്കാർ എന്താ പറയുക ഏത് എന്താ പറയുക എന്ത് തെറ്റ് ചെയ്താലും സെറ്റ് ചെയ്ത ആളാണ് നോക്കി ഞാൻ പ്രതികരിക്കും. നിന്നെപ്പോലെ പരമചട്ടുകൾ എന്താ ലോകം കണ്ട ഏറ്റവും വലിയ ചാണകം തിന്നുന്ന ചട്ടകൾക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ ഇതാക്കാൻ പറ്റൂ. ഇങ്ങനെ പറയാനുള്ള പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം അറിയോ, ഇനിയൊക്കെ ഉണ്ടായ പന്നിക്ക് എന്നാ തോന്നിപ്പോകുന്നു. കാരണം അറിയോ, എൻ്റെ വാക്ക് കേട്ട് നമുക്ക് തോന്നുന്നതാ, മനുഷ്യന്മാർക്ക് ഉണ്ടായ ഇങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. നീ ഉണ്ടായത് പന്നിക്കാന്ന് കൊണ്ട് സത്യമായി ഇപ്പം പന്നിക്ക് ഉണ്ടായ രൂപത്തിലുള്ള വർത്താനം എനിക്ക് പറഞ്ഞത്, മനുഷ്യന്മാർക്ക് ഉണ്ടായ രൂപത്തിലുള്ള വർത്താനം അല്ല പറഞ്ഞത്. പന്നിക്കും നായ്ക്കൊക്കെ ഉണ്ടായ രൂപത്തിലുള്ള വർത്താനങ്ങളെ എൻ്റെ നാവിൽ വരുന്നുള്ളൂ. മനസ്സിലായില്ല. അത് കാരണം വേറൊന്നുമല്ല. ഈ ചാണകമൊക്കെ മൂത്രമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ, ഈ പശുവിൻ്റെ മൂത്രമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അത് നല്ല പാനീയാണോ, അതുപോലെ ഫുഡ് നല്ല ബിരിയാണിയാണോ പറയുക, ചാണകം നല്ല ബിരിയാണിയാണെന്ന് പറയുന്ന അത് കേട്ട് വിശ്വസിക്കുന്ന പൊട്ടനെ പോലെ നിന്നെപ്പോലെ എന്താ പറയുക വിവരദോഷികളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ പറയാൻ ഉണ്ടാക്കാൻ കഴിയും. ചോറ് തിന്നുന്നത്, മനുഷ്യനെ മനസ്സിനെ സ്നേഹിക്കുന്നത്. നീ കേട്ടിട്ടോ, പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി, പഠിച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി, അന്യോന്യം പോരാടി നിൽക്കേണ്ട, പൊന്നാര ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട, മനുഷ്യനും സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക്, അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്, അതിലോരു നിസ്കാര പായാവിരിക്ക്. ചിന്തിക്കുന്നവർക്ക് ഇഷ്ടമാണ് കൊണ്ടുവന്നാണ്. അതേപോലെ ചിന്തിച്ചോ. കണ്ടാ അറിയോ, കണ്ട പട്ടിക്കും നായ്ക്കൊക്കെ ഉണ്ടായാലും ഇങ്ങനെ തന്നെ പറയും. എന്നെ അങ്ങനത്തെ അറിയോ പുച്ഛം മാത്രം തോന്നുന്നത് അറിയോ, വിവരമില്ലാത്തൊരു എന്താ പറയുക, വിവരം ഉണ്ടാവില്ലല്ലോ, എങ്ങനെ ഉണ്ടാകല്ലേ. അതാണ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.